ആദ്യം തന്നെ കുമരീഷ് വടവന്നൂർ എന്ന എൻ്റെ എല്ലാവിധ ഭാവങ്ങളും കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് നേരുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന വ്യക്തി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞു കവിതയും നാടൻപാട്ട് രചനയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചത് പത്രം തന്നെയാണ്. നിരവധി വാർത്തകൾ എന്നെക്കുറിച്ച് പല പത്രങ്ങളും എഴുതുകയുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്കൊരു ഊർജം കിട്ടിയിട്ടുള്ളത് കലാപരമായി മുന്നോട്ട് പോകാൻ എന്നെ പ്രചോദനം ശക്തി പകർന്നത് മാധ്യമങ്ങളാണ്. ആദ്യം തന്നെ ആ ഒരു സ്നേഹം, ആ ഒരു വരവ് എനിക്ക് 2015 എനിക്ക് അങ്ങനെയുള്ള വാർത്തകൾ വന്നപ്പോൾ ശരിക്കും അവശനാണ്. ഞാൻ ഒരു കരൾ സംബന്ധമായ രോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഏറെ പ്രയാസപ്പെടുന്ന സമയത്ത് കവിതാ രചനയുമായി അകത്തളങ്ങളിൽ കുമരീഷ് വടവന്നൂർ എന്നതിൻ്റെ വാർത്തയാണ് ആദ്യമായിട്ട്. ഇന്ന പത്രത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ പത്രവും വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിൽ അങ്ങനെ പത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഊർജം വലുതാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് പത്രമാധ്യമങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പോഴാണ് മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള പിന്നെ ദൃശ്യമാധ്യമങ്ങൾ എന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എഴുത്തിലൂടെ ആ പത്രത്തിലൂടെയാണ് എന്നെ നാലാൾ അറിയാൻ കഴിഞ്ഞത് എന്നുള്ള ആ ഒരു വലിയൊരു സത്യത്തെ ഞാൻ ഈ സമയത്തിൽ ഓർക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ പാലക്കാട് ചാമ്പ്യൻ എന്നുള്ള കഥാപാത്രവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് അതിൽ എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള ശൈലി വരുമ്പോൾ അതിനെ കട്ട് ചെയ്ത് വീണ്ടും എടുത്തിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ലൈവായിട്ട് ചാമ്പ്യൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ വരും, അത് ക്ഷമിക്കണം പൊറുക്കണം എന്ന് പറയാണ്. കാരണം ഇതൊന്നും നമ്മൾ കരുതി വെച്ചിട്ടല്ല വരുന്നത്, ലൈവായിട്ട് കിട്ടുന്നതാണ്. ഒന്നും പഠിച്ചു വെച്ചിട്ടല്ല. ഇവിടെ എന്ത് പറയും, എങ്ങനെ പറയും, എവിടെ തുടങ്ങും, എവിടെ അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ കഥാപാത്രം അത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കഥാപാത്രത്തിലേക്ക് കിടക്കുകയാണ്. എനിക്ക് ആ മൈക്ക് തന്നെ വേണം. ഹലോ 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 ഇപ്പൊക്കെ എന്താണ്? പണ്ട് അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞില്ലേ, സത്യം നേരും നേർമയോടുകൂടി എഴുതുന്നവർക്കൊക്കെ ആപത്തും അപകടങ്ങൾ ഒരുപാട് വരും. അവൻ ഇങ്ങനെ എഴുതുവോ? അവന്റെ പത്രത്തിലാണ് ഇങ്ങനെ വന്നത്. എന്നെ പറ്റി അപമാനമാണ്. പണ്ട് പത്രത്തിലൊക്കെ ഒരു വാർത്ത വരിക പറഞ്ഞ അപമാനമാണ്. എന്നിപ്പോ അതൊന്നുമില്ല. എന്തോ എഴുതിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ പോകുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ മനുഷ്യന്മാർ. ഇല്ലേ? മാനും മര്യാദയൊന്നുമില്ല. ഉണ്ടാ? പേടിയില്ലേ? പത്രത്തിൽ പേര് വരുമോ, വാർത്ത വരുമോ, കള്ളത്തരം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നാലാൾ അറിയും മോശമാണ്, തൂങ്ങിച്ചാകേണ്ട വരും, മഞ്ഞാറിലേക്കായിട്ട് തേടേണ്ട വരും. ഇന്നതുണ്ടാ? എന്താ ഒരു കാലത്തിന്റെ ഒരു പോക്കാണ്. മാനവുമില്ല, മര്യാദയില്ല, സത്യമില്ല, നേർമയില്ല, ചതിയും പഞ്ചനിയും കൊണ്ട് നടക്കുന്നവർക്കാണ് ഇന്ന് കാലം. അപ്പൊ നിങ്ങൾ പത്രമാധ്യമങ്ങള് ധർമ്മം നടത്തുകയാണ്. ധർമ്മം എന്ന് പറയുമ്പോ സത്യമാണ്, നിലവിളക്കാണ്, തെളിഞ്ഞ വിളക്കാണ്. ആ വിളക്ക് പോലെ ആയിരിക്കണം നിങ്ങളുടെ വാർത്തകള്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാട് എഴുതിയ മഹാമാർപടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല വാർത്തകളായിട്ട് വരട്ടെ. ഭഗവാനെ, ഇന്നിപ്പോ ചായപ്പൊടി പോയപ്പോഴല്ലേ ഇന്നത്തെ കാര്യം അറിഞ്ഞത്. നിങ്ങൾ എഴുതുമ്പോഴല്ല അറിയണ്. പണ്ട് പറഞ്ഞങ്ങനെ ഒരാള് അറിവുള്ളവർ നടത്തിയിരിക്കും, പിന്നെ എല്ലാവരും പട്ടത്തിലിരിക്കും. ചായപ്പീടിയിൽ പോയാൽ 5-6 പേപ്പറുകൾ ഉണ്ടാവും. പിള്ളേർ ഇങ്ങനെ നോർത്തി അങ്ങോട്ട് മനുമനുന്ന് വായിക്കും. ഞങ്ങളെ പോലുള്ള ചാമിയും കോരനും ചാത്തൻ കണ്ടനൊക്കെ വായിക്കാൻ അറിയോ? ഈ പിള്ളേർ ഒന്ന് വലിഞ്ഞു വായിച്ചാലില്ല ഞങ്ങളൊക്കെ കാര്യങ്ങൾ അറിയണ്. ചായപ്പീടിയിലെ ചർച്ചയും പേപ്പർ വായനയൊക്കെ ഇന്നൊന്നുമില്ല. എന്നൊക്കെ നോക്കി തന്നെയല്ലേ മനുമനുന്നാണ് കാര്യങ്ങൾ. ഇന്നിപ്പോ ടിവിയും കൂടി മനുഷ്യന്മാർക്ക് വേണ്ട. ഈ ഫോണ് വന്നപ്പോ അല്ലേ എല്ലാ വാർത്തയും ഇതിൽ തന്നെയാണ് ഇല്ലേ. അതിലും എഴുതുന്ന ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് തോന്നുള്ളൂ. ഇനി കുറ്റം പറയണമെന്ന് തോന്നണ്ട. വായന നശിച്ചു വന്നിരിക്കുകയാണ്. വായന നശിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്.
എന്താ പറയുന്നു ഭഗവാനേ.